ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലുള്ള വിദേശ താരങ്ങളും അതേപോലെ തന്നെ പരിശീലകന്മാരും എല്ലാം മികച്ച ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് പെർസ്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള കരാർ റദ്ദ് ചെയ്തിട്ടാണെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗിനോട് വിട പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ബാംഗ്ലൂരു എഫ് സിയുടെ പരിശീലകനാണ് റീസെന്റ് അത്തരത്തിലൊരു നീക്കം നടത്തിയത്. അതിനു മുമ്പ് തന്നെ പല വിദേശ താരങ്ങളും ഇന്ത്യൻ സൂപ്പർ ലീഗ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സെർജിയോ ലൊബേര, അദ്ദേഹം ഒഡീഷ എഫ് സിയുമായിട്ട് മ്യൂച്വലി തന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ക്ലബ്ബ് വിട്ട കാര്യം ഇപ്പോൾ ഒഡീഷ എഫ് സി തന്നെ ഔദ്യോഗിക സ്റ്റേറ്റ്മെന്റിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രതിസന്ധി കൊണ്ട് മാത്രമാണോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒഡീഷയ്ക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അവിടെ ഒരു ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയായി. സെർജിയോ ലൊബേരയും ഒഡീഷ എഫ് സിയും വേർപിരിഞ്ഞു. ഇനി പുതിയ പരിശീലകന്റെ കാര്യത്തിൽ ISLന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിച്ചതിന് ശേഷം മാത്രം തീരുമാനത്തിലേക്ക് പോകൂ എന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒഡീഷ എഫ് സി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, മൊലീനയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും വേർപിരിഞ്ഞു എന്ന്. ഇനി സെർജിയോ ലൊബേര ക്ലബ്ബ് വിട്ടതും ഇതും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രതിസന്ധി തുടരുകയാണ്. അതേപോലെ തന്നെ പരിശീലകന്മാര് ക്ലബ്ബുകൾ വിട്ടു പോകുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.